കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. അരിയേൽ പ്രൊഡക്ഷൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം പാസ്റ്റർ ഹാപ്പി അലക്സാണ്ടറും ബ്രദർ ടോം തോമസും ഈ പ്രവർത്തനത്തിലായിരിക്കുന്നു. അവരെ ദൈവം ആത്മാർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വിഷയം വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലം, അതിലെ പ്രധാന വിഷയങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. 3 ഭാഗങ്ങളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. നീ കണ്ടത് 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ടതായി ദൈവപുത്രൻ്റെ അനുഗ്രഹീതമായ വെളിപ്പാട്. ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിലും 3-ാമത്തെ അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന 7 സഭകളെക്കുറിച്ചുള്ളതായ ദൂതും, മേലാൽ സംഭവിപ്പാനുള്ളത് 4-ാമത്തെ അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ്. അതിൽ നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 2-ാമത്തെ ഭാഗമായിരിക്കുന്ന ഇപ്പോഴുള്ളത്. എന്താ ഇപ്പോഴുള്ളത്? 2-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആദ്യത്തെ സഭയായിരിക്കുന്ന എഫെസോസ് സഭയെക്കുറിച്ച് ദൈവം നൽകുന്നതായ ദൂത്, ആ സഭയുടെ കുറ്റം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നത്, 3-ാമതായിട്ട് അവരെ അഭിനന്ദിക്കുന്നത്, 4-ാമതായിട്ട് ദൈവം അവർക്ക് നൽകുന്ന വിലപ്പെട്ടതായ വാഗ്ദത്തം. ഇത്രയുമാണ് എഫെസോസ് സഭയിൽ നിന്ന്, ആ ദൂതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് 1-2 വേദവാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ച് കൂടാത്തതും, അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും, എൻ്റെ നാമം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. എഫെസോസ് സഭയുടെ ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത് AD 30 മുതൽ 100 വരെയുള്ള കാലഘട്ടങ്ങളെയാണ് എഫെസോസ് സഭയുടെ കാലഘട്ടമായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ എഫെസോസ് സഭയെക്കുറിച്ച് അതിൻ്റെ ആത്മീയ അനുഭവം മനസ്സിലാക്കുമ്പോൾ ഇത് ഒരു അപ്പോസ്തോലിക സഭയായിട്ട് അപ്പോസ്തോലിക കാലഘട്ടത്തിൽ
ഉള്ള സഭയുടെ പ്രത്യേകതയാണ് നമുക്ക് ഈ എഫെസോസ് സഭയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ആരംഭിച്ചതായ ഒരു സഭയാണ് എഫെസോസ് സഭ. ആ സഭയെക്കുറിച്ചുള്ള ദൂത് നൽകുന്നത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്രത്യേകതകൾ നാം ഇവിടെ വായിക്കുന്നുണ്ട്. നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്: 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത് ഈ അരുളി ചെയ്യുന്ന ആളിൻ്റെ കയ്യിൽ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിട്ടുണ്ട്, 7 പൊൻനിലവുകളുടെ നടുവിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു: എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവുകളുടെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളും 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പോൾ ആ 7 നക്ഷത്രവും 7 സഭയും എന്താണെന്ന്, നിലവിളക്കും എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 7 നിലവിളക്ക് 7 സഭ. അപ്പോൾ ഈ സഭയിലൂടെ നടക്കുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സകലത്തിന്മേലും അധികാരവും അവകാശമുള്ളവനായ ദൈവം ഈ എഫെസോസ് സഭയോട് പറയുന്ന ദൂതാണ് നമ്മൾ ഈ ദൈവദിനത്തിൽ നിന്ന് വായിച്ചു കേട്ടത്. അപ്പോൾ ആ സഭയെക്കുറിച്ച് പറയുന്നത്, ഞാൻ എൻ്റെ പ്രവൃത്തി ഒക്കെ അറിയുന്നുണ്ട്, പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും ഒക്കെയുള്ള പല കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സഭയ്ക്ക് അത്യാവശ്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ, അഥവാ ദൈവമക്കൾക്ക് അത്യാവശ്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സഭയിലെ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പ്രയത്നം. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവനാമഹത്വത്തിനായിരിക്കണം. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കായിരിക്കണം നമ്മുടെ പ്രവൃത്തി. അപ്പോൾ ആ പ്രവൃത്തി ദൈവനാമഹത്വത്തിന് വേണ്ടി നാം ചെയ്യുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയല്ല, ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് അവൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാം. 2 അവിടെ വായിക്കുന്നത് അവരുടെ പ്രയത്നം. അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി വളരെ പ്രയത്നിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്: നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവിൻ. അപ്പോൾ എഫെസോസ് സഭ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വളരെ പ്രയത്നിക്കുന്ന സഭയായതുകൊണ്ട് അവരെക്കുറിച്ച് ദൈവത്തിന് പ്രശംസിപ്പാനുള്ള കാര്യം, അവരുടെ ആ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ഇനി അടുത്തത് ആ സഭയെക്കുറിച്ച് നാം വായിച്ചത് ഇങ്ങനെയാണ്: അവരുടെ പ്രയത്നം, പ്രവൃത്തി, ഇതെല്ലാം കഴിഞ്ഞ ശേഷം അടുത്തത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഭയ്ക്ക് അത്യാവശ്യമായിരിക്കേണ്ട ഒരു കാര്യം, ഒരു സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സകലതും സഹിക്കാനും പൊറുക്കാനും ഒക്കെയുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതിന്
ഏറ്റവും നല്ല ഒരു മാതൃക എന്ന് പറയുന്നത് നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന സഹിഷ്ണുത എന്താണെന്ന് ചോദിച്ചാൽ, പത്രോസിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായത്തിൽ ദൈവദാസൻ ദൈവജനത്തിന് പ്രബോധനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽ ചുവടിൽ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തത് ശ്രദ്ധിക്കണം. 23-ാമത്തെ വാക്യത്തിൽ അവനെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. അപ്പോൾ ഈ വേദവാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് നമുക്കൊരു നല്ല മാതൃകയാണ്. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, അവനെ ശകാരിച്ചിട്ട് അവൻ ശകാരിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ വളരെ സഹിഷ്ണുത കാണിച്ച ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എഫെസോസ് സഭയോട് ദൈവം പറയുന്ന കാര്യം, നിന്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്തെ എഫെസോസ് സഭയിലെ ആളുകളൊക്കെ കർത്താവിൻ്റെ സഹിഷ്ണുതയ്ക്ക് മാതൃകയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ളതായ ഒരു സഹിഷ്ണുത ദൈവമക്കളെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരാൾ ഏതെങ്കിലും നമ്മളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് പിന്നീട് വലുതാക്കി അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കി സഭയെ ഭിന്നിപ്പിക്കാനല്ല ദൈവവചനം പറയുന്നു. നമ്മുടെ കർത്താവ് നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവനെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യമെല്ലാം ഭരമേൽപ്പിച്ചു എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ എനിക്ക് ദൈവജനത്തെ പ്രബോധിപ്പിക്കാനുള്ള ഒരു പാഠം എന്താണ് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ശകാരങ്ങളൊക്കെ ഉണ്ടാകും. പൗലോസ് പറഞ്ഞതുപോലെ സഹോദരന്മാരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം നാം ചെയ്യേണ്ടതെന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ അടുത്ത് എന്തോ ഉണ്ടായിരിക്കണമെന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ കർത്താവിൻ്റെ സ്വഭാവം, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ തന്നെത്താൻ താഴ്ത്തി. നാം ഇങ്ങനെ വായിക്കുന്നു, വേഷത്തിൽ അവൻ മനുഷ്യനായി, അവൻ തന്നെത്താൻ താഴ്ത്തി, അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ എഫെസോസ് സഭയെക്കുറിച്ച് ദൈവത്തിന് പറയാനുള്ള കാര്യം, നിന്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു എന്നുള്ളതായ ആ ഭാഗം പ്രത്യേകം ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇനി അടുത്തത് 2-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം, സഭയ്ക്ക് അത്യാവശ്യമായിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സഹിഷ്ണുത നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ, പിന്നെ അടുത്ത ശ്രദ്ധിച്ചോണം, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ
തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചിട്ട് കള്ളന്മാരെന്ന് കണ്ടു. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് അപ്പോസ്തലന്മാരെന്ന പേര് പറഞ്ഞ് ഒരുപാട് കള്ള അപ്പോസ്തലന്മാർ വന്നിട്ടുണ്ട്. എങ്ങനെ നമുക്കവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്? കർത്താവ് പറഞ്ഞു, ആ ഫലം കൊണ്ട് ആ വൃക്ഷത്തെ അറിയാൻ സാധിക്കും. അപ്പോൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് ചില പ്രത്യേക ദൈവവചനത്തിൽ കൊടുത്തിട്ടുണ്ട്. അവർ ദൈവവചന ധ്യാനത്തിൽ, ദൈവവചന ശുശ്രൂഷയിൽ, ദൈവജനത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുള്ളതായ പ്രബോധനങ്ങൾ, ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാർ ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് അതിനുള്ള സമയമില്ല. അതിനുള്ള സമയം കണ്ടെത്താതെ അവരുടെ സ്വയമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ മുൻപോട്ട് പോകുമ്പോൾ അവരെക്കുറിച്ചാണ് ദൈവവചനം പറയുന്നത്, കള്ള അപ്പോസ്തലന്മാരെന്ന് അവരെ വിളിക്കുന്നു. അതെന്താ അവരെ കള്ള അപ്പോസ്തലന്മാരെന്ന് വിളിക്കാനുള്ള കാരണം? അത് പൗലോസ് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കൈവശമുള്ളവർ ബൈബിൾ എടുത്ത് നോക്കുകയും വായിക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷകരമായിരിക്കും. 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അതിനുശേഷം ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. അപ്പോൾ പൗലോസിന് പറയാനുള്ള ഒരു കാര്യം, ഈ കള്ള അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ ആരാ? അതാ ഇവിടെ വായിക്കുന്നത്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. ഇനിയും അടുത്തത് വായിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവ്. ശ്രദ്ധിച്ചോണം. അടുത്തത് എന്താണെന്നറിയാമോ? നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം. അപ്പോൾ എത്ര കാര്യം ഇവിടെ പറഞ്ഞു? ഈ കള്ളയപ്പോസ്തലന്മാരുടെ ലക്ഷണങ്ങളാണ്. എന്തുവാ? ഞങ്ങൾ പ്രസംഗിക്കാത്തതായ ഒരു യേശുവിനെ. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ യേശുക്രിസ്തു സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ, അവൻ എല്ലാവർക്കും കർത്താവ്, സകല അധികാരം ലഭിച്ചവൻ, പ്രകൃതിയിന്മേലും ഭരണത്തിന്മേലും മനുഷ്യ ശരീരത്തിന്മേലും എല്ലാം അധികാരം ലഭിച്ച സർവശക്തനായ ദൈവം എന്ന് പ്രസംഗിക്കുമ്പോൾ ഇന്നത്തെ ചില പ്രസംഗരൊക്കെ പ്രസംഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ബലഹീനനായിരുന്നു, ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്നപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റുവാൻ കഴിയാതെ യേശു കരഞ്ഞു. തന്നെയല്ല, ആ യേശുവിൻ്റെ കല്ലറയുടെ അടുത്ത് വന്ന് യേശു കരയുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞ ബലഹീനത എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അങ്ങനെ പറയുന്ന ഏതൊരു സുവിശേഷകനായാലും ശരി, ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ, യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെ, യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ, ഞങ്ങൾ പ്രസംഗിക്കാത്ത ഒരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരായിട്ട് വന്നാൽ അവർ ദൈവത്തിൻ്റെ വചനപ്രകാരം നാം വായിക്കുന്നു, അവർ കള്ള അപ്പോസ്തലന്മാരാണ്. ഇനി അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വിവേകത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്.
ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകിയത് ദൈവമക്കൾ ശക്തിപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാനാണ്. നാം ദൈവവചനത്തിൽ വായിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിനെ ദൈവം തൻ്റെ സഭയ്ക്ക് നൽകിയതിൻ്റെ ഉദ്ദേശം എന്താണ് ചോദിച്ചാൽ, ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമെന്ന് പറഞ്ഞ് ചില പ്രിയപ്പെട്ടവർ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പ്രസംഗിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും കാണുമ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് പലരും ചിന്തിച്ച് അതിനെക്കുറിച്ച് ഇപ്പോൾ പലർക്കും സംശയം ഉളവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായ സത്യസുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി, അവനെ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ ജീവിത വിശുദ്ധി, ഇതെല്ലാം നോക്കിക്കണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കണം. ഇനി മറ്റൊന്ന് അവിടെ വായിക്കുന്നത് വേറൊരു സുവിശേഷം. അപ്പോൾ എത്ര എണ്ണമാ? വേറൊരു ക്രിസ്തു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. ഈ കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരോധമായി ഇനി ആരെല്ലാം വന്ന് സുവിശേഷം അറിയിച്ചെന്ന് പറഞ്ഞാലും ദൈവവചനം വായിക്കുന്നത് അവരെല്ലാം ശപിക്കപ്പെട്ടവർ. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ആ സത്യസുവിശേഷം, ദാവീദിൻ്റെ പുത്രനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ നാം ഓർക്കുക, അതാണ് നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ സുവിശേഷത്തിന് സാക്ഷികളായി നിലകൊള്ളുക. അപ്പം സഭയോടുള്ള ദൂത് എന്താ? അവരുടെ പ്രയത്നവും സഹിഷ്ണുതയും ഒക്കെ ദൈവം അറിയുന്നുണ്ട്. മാത്രമല്ല ആ സഭയോട് പറയുന്ന മറ്റൊരു കാര്യം, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ചിലരെ കള്ള അപ്പോസ്തലന്മാരെന്ന് പറയുന്നു. ഇനി അതേ അധ്യായത്തിൽ തന്നെ നമ്മളതിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിച്ചിരിക്കുന്നവരത്രേ, അത് ആശ്ചര്യവുമല്ല. ആരായി കള്ള അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്? ഞാൻ ആദ്യം വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 4-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ, വേറൊരു ആത്മാവിനെ പ്രസംഗിക്കുന്നവർ, വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നവർ, ഇവരാരാണെന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? അതാണ് 13-ാമത്തെ വാക്യത്തിൽ. ഇങ്ങനെയുള്ളവർ അവരാര്? അവർ കള്ള അപ്പോസ്തലന്മാരാണ്, അവർ കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിച്ചിരിക്കുന്നവരത്രേ. അതുകൊണ്ട് സഭയോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ നമ്മൾ വായിച്ചത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് നൽകിയിരിക്കുന്നതെന്ന്, യേശു നൽകിയിരിക്കുന്നതെന്നാണ് ചോദിച്ചാൽ അവിടെ ഞങ്ങളുടെ പ്രവൃത്തി, സഹിഷ്ണുത, ഇതെല്ലാം അറിയുന്ന ഒരു ആള് നമുക്ക് സഭയ്ക്കകത്തുണ്ട്. അത് കർത്താവാണ്. മാത്രമല്ല അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ അല്ല എന്ന് പരീക്ഷിച്ച് കണ്ടിരിക്കുന്നു എന്നുള്ളത് നിന്നെക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്ന ഈ അന്ത്യകാലത്ത് ദൈവജനം മനസ്സിലാക്കി കർത്താവിൻ്റെ വചനപ്രകാരം മുൻപോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യം. ഈ സന്ദർഭത്തിൽ ഞാൻ ഇവിടെ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഒരു ചോദ്യം. എഫെസോസ് സഭയെ പോലെ ഇന്നത്തെ ആത്മീയ സഭകൾ ഇതുപോലുള്ള പ്രിയപ്പെട്ടവരെ വേർതിരിച്ച് നിർത്തി സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ സഭയായി ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവാൻ നമ്മുടെ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകിയിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ അരുമനാഥനായ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നമുക്ക് കടന്നു പോകാം. യേശുവിൻ്റെ സുവിശേഷം പറയാം, യേശുവിനെ കുറിച്ച് പറയാം,
ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് പറയാം. അങ്ങനെ ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മുടെ സഭയെ, നമ്മെ നടത്തുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും ഞാനിവിടെ വായിക്കുന്നു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ താൻ അരുളി ചെയ്തതുപോലെ ജീവനോടെ വച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 80 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുവാനും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു.